ഈ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നാണല്ലോ പണ്ട് നമ്മൾ കേട്ടത്. രാജാവിനെ സ്തുതിക്കാനുള്ള സ്തുതി വചനം. ഇപ്പോ എല്ലാരും ഇന്ന് കവിതയാ. അതെ, മന്നവേന്ദ്ര വിളങ്ങുന്നു സൂര്യനെ പോലെ നിൻ തല എന്നതിനെ ഒന്ന് പരിഷ്കരിച്ചു എന്നുള്ളതാണ് ഇപ്പോ പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോ ഈ സ്തുതിപാഠക സ്തംഭം ഇപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വല്ലാതെ അങ്ങ് ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് കൗതുകമായിട്ട് ഒരു പത്രം നോക്കിയപ്പോ കൗമുദി ദിനപത്രത്തിൽ ശ്രീലക്ഷ്മി മണികണ്ഠൻ എഴുതിയ ഒരു ലേഖനം ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ കുറിച്ചാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഒരു വാചകം ഒരു കൗതുകരമായിട്ട് ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഖണ്ഡിക ചെറുതായിട്ട് 1 മിനിറ്റ് കൊണ്ട്. തനിക്ക് മീതെ വളരുമെന്ന് തോന്നുന്ന വൻമരങ്ങളെ വേരോടെ പിഴുതെറിയുന്നതാണ് അധികാരം നിലനിർത്തുന്നതിനുള്ള ഷീയുടെ തന്ത്രം. ഷീ എന്ന് പറഞ്ഞാൽ ഷീ ജിൻപിങ്. പാർട്ടിക്കുള്ളിലോ ചൈനയുടെ റബ്ബർ സ്റ്റാമ്പ് പാർലമെന്റിലോ ഷീക്ക് ഒരു എതിർ ശബ്ദവുമില്ല. ജനപ്രിയനായിരുന്ന മുൻ പ്രധാനമന്ത്രി ലി കെ ചിയാങ് അടക്കമുള്ളവർ ഷീയുടെ പ്രഭാവത്തിൽ മങ്ങിപ്പോയത് ലോകം കണ്ടതാണ്. ഇത് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പാർട്ടിയിൽ തനിക്ക് മുകളിൽ എന്താ പറഞ്ഞ പ്രഭാവമുള്ളവരെയും പ്രഗത്ഭരായിട്ടുള്ളവരെയും മുഴുവൻ ചവിട്ടി ഒതുക്കി ഒരു ഭാഗം ഉപജാപക സംഘം, ആ ഉപജാപക സംഘത്തെ കയ്യിൽ വെച്ചുകൊണ്ട് ഈ അവദാനങ്ങൾ വാഴ്ത്തലാണ് നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോട്ടയത്ത് നിന്നുള്ള ഒരു MLA അദ്ദേഹം നവകേരള സദസ്സിൽ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രസംഗിക്കുന്നത് ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ്. ഈ പാർട്ടി ഭൂലോകമെങ്ങും അതാണല്ലോ ഇപ്പൊ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന ആള് പ്രസംഗിച്ചത്. ഇപ്പോ അത് പുതിയ അവതാരങ്ങളായിട്ട് വന്നിരിക്കുന്നു. ഫിനിക്സ് പക്ഷികളിൽ എന്ത് പക്ഷി എന്നാ കഴുകൻ പക്ഷി, ഇത് കുതിരയാണോ ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇദ്ദേഹത്തെ ഈ അമാനുഷനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ നാട്ടിൽ? നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തെ നമ്മൾ കേട്ടിട്ടില്ല. ഇത് കിങ് ജോങ് ഉന്നിന്റെ കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണ് ഉത്തര കൊറിയയിൽ. അദ്ദേഹം മുടി വെട്ടുന്ന പോലെ മുടി വെട്ടാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ മക്കളുടെ പേര് മറ്റാർക്കും ഇടാൻ പറ്റത്തില്ല. അതൊക്കെയാണല്ലോ നമ്മൾ അവിടെ കേട്ടിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളൊക്കെ സംശയിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോ കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയന്റെ കുടുംബാംഗങ്ങളുടെയും പേരൊക്കെ കേരളത്തിൽ മറ്റാളുകൾ ഉപയോഗിക്കുന്നത് അതിന് പോലും വിലക്കുണ്ടാകും. അങ്ങനെ വിലക്കുണ്ടായാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂക്കാസമാരും ബുദ്ധിജീവികളും അതിനെ പ്രകീർത്തിക്കാനും ആളുകളുണ്ട്. കാരണം അവർ പറയുന്നത് ഇത് എന്താ പറഞ്ഞ പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ കേരളത്തിൽ ഇറങ്ങി. അതില് അദ്ദേഹത്തിന്റെ പേര് എന്താ കൈതോലിൽ ദിവാകരനോ അങ്ങനെ ഏതാണ്ട് ഒരു പേര്. ആ സിനിമ ഒറ്റ ദിവസം കേരളത്തിൽ ഒരു തിയേറ്ററിൽ ഓടിക്കാൻ പറ്റിയില്ല. മുഴുവൻ തിയേറ്ററിലും DYFIക്കാരനും SFIക്കാരനും CITUക്കാരനും അത് കൂവി അവസാനം തിരുവനന്തപുരത്ത് സർക്കാരിന്റെ കീഴിലുള്ള 1-2 തിയേറ്ററിൽ മാത്രമാണ് ആ സിനിമ ഓടിക്കാൻ. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഒരു നെഗറ്റീവ് രൂപത്തിൽ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത് സിനിമ പോലും കേരളത്തിൽ ഓടിക്കാനായിട്ട് സമ്മതിക്കാത്ത ആളുകൾ. അപ്പോ ഇപ്പൊ അവദാനം വാഴ്ത്തുകാരുടെയും വാഴ്ത്തുപാട്ടുകാരുടെയും ഒരു പാർട്ടിയായി കേരളത്തിലെ CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പം ഈ വാട്സാപ്പും നവമാധ്യമങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏത് ചീളിന് വേണമെങ്കിലും, പണ്ടൊക്കെ കവിതകൾ എഴുതണമെങ്കിൽ അതൊക്കെ എന്താ പറഞ്ഞാൽ അതിന് യോഗ്യതയുള്ള ആളുകളാണല്ലോ. ഇപ്പൊ ഏത് ചീളിന് വേണമെങ്കിലും ഏതെങ്കിലും സിനിമാ പാട്ടിൽ നിന്ന് അതിന്റെ ഒരു ഭാഗങ്ങൾ എടുത്തിട്ട് എന്ത് വേണമെങ്കിലും ചമച്ചുവിടാം. അതിങ്ങനെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനായിട്ട് കുറെ ആളുകളും ഉള്ളത് കൊണ്ട് ഏത് ചീളും നമ്മുടെ നാട്ടിൽ ഓടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതൊരു സാംസ്കാരിക മലിനീകരണമാണ്. ഇത് കേരളത്തിലെ പൊളിറ്റിക്സിന് സംഭവിച്ചിരിക്കുന്ന, രാഷ്ട്രീയത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു ജീർണതയാണ്. ഈ ജീർണതയിൽ നിന്ന് കേരളം രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഇതിനെയൊക്കെ തിരസ്കരിക്കേണ്ട ഒരു കാലം അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക. പിണറായി വിജയൻ ഹീറോയാണ്. പിണറായി വിജയന്റെ ഹീറോയിസം ഒക്കെ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ പ്രവൃത്തിയിലൂടെ കാണട്ടെ. അതല്ലാതെ ഞാൻ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നവനാണ് അദ്ദേഹം പറയുന്നത്. എന്തിരനും ചന്ദ്രനും, നമ്മുടെ നാട്ടിൽ ചന്ദ്രനും എന്നാണ് പറഞ്ഞത്. പുള്ളി പറയുന്നത് ചന്ദ്രൻ എന്നുള്ളതിന് എന്തിരനും ഊരിപ്പിടിച്ച വാളൊക്കെ അടഞ്ഞ അധ്യായമായി. ഇപ്പം തോക്ക് അല്ല, ഞാൻ പറഞ്ഞ അതെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. ഞാനത് കണ്ട് ഭയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരാളും മുമ്പ് പ്രസംഗിച്ച ആൾ സൂചിപ്പിച്ചതുപോലെ കുട്ടിയെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ചാടിയത് പരിമളം സോപ്പിന്റെ പരസ്യം പോലെ എന്നാ ക്യാമറയും കൂടി ചാടട്ടെ. ഇന്നാണെങ്കിൽ ക്യാമറയും ഉണ്ടാകുമായിരുന്നു.
അപ്പൊ ഇതൊക്കെ സ്വന്തം എന്താ പറഞ്ഞ പ്രകീർത്തനത്തിന് വേണ്ടി ഇല്ലെങ്കിൽ അവദാനങ്ങൾ വാഴ്ത്തുന്നതിന് വേണ്ടി കുറെ ആളുകളെ അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ നവമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. മുമ്പ് 28 ലക്ഷം രൂപ അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന്. അപ്പോ ഇങ്ങനെ പിണറായി വിജയന്റെ പാട്ടുകാരായി കുറെ ആളുകൾ കുഴലൂത്തുകാരായി. പണ്ട് പാണന്മാരായിരുന്നു ഈ പാട്ട്. അതാണല്ലോ മമ്മൂട്ടി വടക്കൻ വീരഗാഥയിൽ പറയുന്നത്, പാണന്മാർ എന്തൊക്കെ പാടി നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പാണന്മാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പാടി നടക്കുകയാണ്. ഇന്ന് നമ്മൾ കണ്ടത്, അത് ഇതിനകത്ത് ചർച്ച ചെയ്തോന്നറിയില്ല, നമ്മുടെ ഒരു വിഷയത്തിലേക്കല്ല, എങ്കിലും ഞാൻ പറയുകയാണ്. പുലർച്ചെ 3 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തക്ക ഇവിടെ ബൽദേവ് സാർ ഇരിക്കുന്നു, അദ്ദേഹം അഭിഭാഷകനാണ്, ശ്രീജിത്ത് പണിക്കരും നിയമപണ്ഡിതനാണ്. എന്ത് ആവശ്യമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായത്? നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ഈ ചർച്ചയിൽ അതും കൂടി നമ്മളൊന്ന് പരാമർശിക്കേണ്ടതില്ല. വെളുപ്പിനെ 3 മണിക്ക് ഒരു ചെറുപ്പക്കാരനെ എന്ത് അടിസ്ഥാനത്തിലാണ്? അയാൾ ഒളിവിൽ പോയ ആളല്ല, അയാൾ കേരളത്തിൽ പരസ്യമായിട്ട് നടക്കുന്നു, അയാൾ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല, ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തു. ആ സമരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചു. എന്താ പൊതുമുതൽ നശിപ്പിച്ചേ? പോലീസുമായിട്ട് ഉന്തും തള്ളുണ്ടായപ്പോൾ പോലീസിന്റെ ഷീൽഡ് ഒടിഞ്ഞു, പോലീസ് വെച്ചിരിക്കുന്ന ബാരിക്കേഡ് മറിച്ചിട്ടപ്പോൾ അതിന്റെ ഒരു കഷ്ണം പൊട്ടിപ്പോയി. ഇതൊക്കെയല്ലേ പോലീസിന് നേരെ ഉണ്ടായ ഇല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചത് എന്ന് പറയുന്നത്. വനിതാ പോലീസുകാരെ, വനിതകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കലാപത്തിന് ആഹ്വാനം നൽകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എവിടെയാണ് സാർ? എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? എന്നിട്ട് ഇന്ന് ബി രാജീവിന്റെ ഒരു ന്യായീകരണം എന്താണെന്ന് അറിയോ? പോലീസ് അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുക. ആ പോലീസ് കർത്തവ്യം നിർവഹിക്കുകയാണെങ്കിൽ IPCയിൽ 124 എന്നുള്ള ഇമ്മ്യൂണിറ്റി ഉള്ള 2-3 ആളുകളേ ഉള്ളൂ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ. ആ ഗവർണറുടെ വാഹനം തടഞ്ഞ് ആ വാഹനത്തിന് കേടുപറ്റിയ ആളുകളെ ഇവർ കേസെടുത്തോ? അവസാനം ഗവർണർ ആവശ്യപ്പെട്ടു, ഇന്ന വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് കേസെടുത്തത്. അപ്പൊ അവിടെ സ്വാഭാവികമായ പോലീസിന്റെ നടപടി ഇല്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇവിടെ മുമ്പ് പ്രസംഗിച്ച ആള് പറഞ്ഞ പോലെ ഞങ്ങൾ ഇടുമ്പോ ഇതൊക്കെ ബർമുഡയും നിങ്ങൾ ഇടുമ്പോ ഇതൊക്കെ വള്ളിക്കാച്ചട്ടയും ആകുന്ന ഈ നടപടി ഉണ്ടല്ലോ, ഈ നടപടി ഇതൊക്കെ പരിഷ്കൃത കേരളത്തിന് അപമാനകരമായിട്ടുള്ള ഭാഗങ്ങളാണ്.